ഡിയേഴ്സ്, എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളൊക്കെ ഓടി വന്നേ. കൊച്ചു എന്ന് പറഞ്ഞപ്പോ എന്താ ഫീലായോ? നിങ്ങൾ ചെറിയ മക്കളല്ലേ? ടീച്ചർക്ക് നിങ്ങൾ ചെറിയ മക്കളെ പോലെയാണ് കേട്ടോ. അപ്പൊ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് കമന്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ടീച്ചർക്ക് ഇന്ന് പറയാനുള്ളത് കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ ഓണപരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടീച്ചർ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? നോക്കിയാലോ? ചിത്രവർണ്ണങ്ങൾ എന്ന് പറയുന്ന 1ാമത്തെ യൂണിറ്റ് കേരള പാഠാവലിയാണ്. മറന്നു പോകരുത്, അടിസ്ഥാന പാഠാവലി അല്ല. അത് നമ്മൾ പഠിച്ചു. ഇത് 2ാമത്തെ യൂണിറ്റ് കലയുടെ കേദാരം. അപ്പൊ ചിത്രവർണ്ണങ്ങളും കലയുടെ കേദാരം എന്ന് പറയുന്ന 2 യൂണിറ്റാണ് ഈ പ്രാവശ്യം കേരള പാഠാവലിയിൽ ഓണപരീക്ഷയ്ക്ക് അല്ലെ, 1ാം പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്നത്. അതിൽ നിന്ന് ആദ്യത്തെ യൂണിറ്റിൽ നിന്നും 3 പാഠങ്ങളാണ്. ആദ്യത്തെ യൂണിറ്റിൽ നിന്നും എത്ര പാഠങ്ങളാണ്? 3 പാഠങ്ങൾ അല്ലെ, 3 പാഠങ്ങളുണ്ട്. അതുപോലെ കലയുടെ കേദാരത്തിൽ നിന്നും 3 പാഠങ്ങളുണ്ട്. പക്ഷെ പല സ്കൂളുകളിലും പടയണി വരെ മുഴുവനായിട്ടും എടുക്കാൻ സാധ്യത കുറവാണ് അല്ലെ. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ടീച്ചറെ ഞങ്ങൾക്ക് പടയണി എടുത്തിട്ടില്ലാലോ അല്ലെ, ജീവനുള്ള പാട്ട് എടുത്തിട്ടില്ലാലോ എന്ന്. പടയണി ആഗസ്റ്റ് മാസം നമ്മൾ തീർക്കേണ്ട പാഠത്തിന്റെ കണക്കനുസരിച്ച് പടയണിയാണ്. സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ചോദ്യം വരാനുള്ള, പക്ഷെ കുറവാണ് കേട്ടോ. അപ്പൊ പടയണി എന്നുള്ള പാഠം പഠിക്കണ്ട എന്നല്ല, അതിനൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെയാണ് നമ്മൾ തീർക്കേണ്ട പാഠങ്ങൾ. അപ്പോൾ മിക്ക സ്കൂളുകളിലും ആ പാഠം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. ചോദ്യങ്ങളും വരാൻ സാധ്യത കുറവാണ് കേട്ടോ. മറ്റു പാഠങ്ങളൊക്കെ വരാനുണ്ട്. അതിൽ നിന്ന് ഓടയിൽ നിന്ന് എന്നുള്ള പാഠം നിങ്ങൾക്കറിയാലോ അല്ലേ? ആരൊക്കെയായിരുന്നു? പപ്പു, ലക്ഷ്മി, ലക്ഷ്മിയുടെ അമ്മ ഒക്കെയുള്ള ഒരു നല്ല അതിമനോഹരമായ കഥയാണ് അല്ലേ? എല്ലാവർക്കും അറിയാലോ, അതൊരു സിനിമയായിട്ടുണ്ട് എന്നൊക്കെ. ആ പാഠത്തിലെ 2 ചോദ്യങ്ങൾ ടീച്ചർ ഇന്ന് പറഞ്ഞു തരാം എൻ്റെ മക്കൾക്ക്. അതേപോലെ മയന്റെ മായാജാലം കണ്ടെത്താം, വിശദീകരിക്കാം എന്നുള്ള ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? കണ്ടെത്താം, വിശദീകരിക്കാം എന്നതില് ഒരു കുട്ട അകലെ തെറിച്ചു കിടക്കുന്നു. ഒരു കുട്ട അകലെ തെറിച്ചു കിടക്കുന്നു. അതിനരികിൽ എന്തുണ്ട്? കുറച്ചരിയും 3 മുളകും അല്പം ഉപ്പും വിതറി കിടക്കുന്നു. ഒരു കുട്ട അകലെ തെറിച്ചു കിടക്കുന്നുണ്ട്. അതിനരികിൽ എന്തുണ്ട്? അരിയും 3 മുളകും അല്പം ഉപ്പും ചിതറി കിടക്കുന്നു. പിന്നെയോ, ഉച്ചയായപ്പോഴ് ഒരു ചട്ടി പച്ചോളം കുടിച്ചു. ഉച്ചയായപ്പോഴ് ഒരു ചട്ടി പച്ചോളം കുടിച്ചു എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടെ തിന്നോളാം. ഞാനൊന്നുള്ളൂ അല്ലേ? കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്നുള്ള കുറച്ച് എന്താണ് ഡയലോഗുകളാണിത് അല്ലേ? കുറച്ച് വാക്യങ്ങളാണിത്. ഇതിലൂടെ കുട്ടിയുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ചോദ്യം ഇതാണ്. കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ, വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് പല സന്ദർഭത്തിലുള്ള വാക്യങ്ങളാണ് നമ്മുടെ കഥയിലുള്ള. കഥ എല്ലാവരും വായിക്കണേ ഓടയിൽ നിന്ന്. അപ്പോൾ ഈ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണ്? കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണോ, പണക്കാരി കുട്ടിയാണോ അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും. അതെന്താണ് എന്നാണ് വിശദീകരിക്കേണ്ടത്. അപ്പൊ ചോദ്യം നിങ്ങൾ വൃത്തിയിൽ വായിച്ചു നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഓക്കെ, ചോദ്യം വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഇതെനിക്ക് അറിയുന്നതല്ലേ എന്ന് വിചാരിച്ച് ഒറ്റ ഓട്ടത്തിലൊന്ന് വായിച്ചു നോക്കരുത് കേട്ടോ. പെട്ടെന്ന് വായിച്ചു തീർക്കരുത്. വൃത്തിയായിട്ട് ഇത് എങ്ങനെയാണ് ചോദ്യങ്ങൾ മിക്കവാറും തരുന്നത് അല്ലേ? നിങ്ങൾക്കറിയാലോ അല്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? കുട്ടിയുടെ ജീവിത സാഹചര്യം വരച്ചു കാണിക്കുന്ന വാക്യങ്ങളാണിവ. തികഞ്ഞ ദാരിദ്ര്യത്തിലാണ് അവളുടെ ജീവിതം എന്ന് മനസ്സിലാക്കാം. റിക്ഷ തട്ടി വീണപ്പോൾ തെറിച്ചു വീണ അവളുടെ കുട്ടയിൽ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് അരിയും 3 മുളകും അല്പം ഉപ്പും മാത്രമാണ് അല്ലേ? അത് നമ്മൾ ഇവിടെ കണ്ടു. എന്താണ്? തെറിച്ചു കിടക്കുന്ന കുട്ടയിൽ എന്തുണ്ട്? കുറച്ചരി, 3 മുളക്, അതുപോലെ അല്പം ഉപ്പ് അല്ലേ? അതാണ് പറയുന്നത്. അത്രയും വാങ്ങാനുള്ള കാശേ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. കാശുണ്ടായിരുന്നെങ്കിൽ അവൾ എന്ത് ചെയ്യായിരുന്നു? കുറച്ചധികം വാങ്ങുമായിരുന്നു അല്ലേ? ഇത് അല്പം മാത്രം, 3 മുളകേ ഉള്ളൂ അല്ലേ? അത് കുറച്ച് ഉപ്പ് അല്ലേ, കുറച്ചരി, അത്ര മാത്രം.
ഉച്ചഭക്ഷണം പോലും അവൾ കഴിച്ചിരുന്നില്ല, പച്ചവെള്ളം മാത്രമാണ് അവൾ കുടിച്ചത്. അതിവിടെ പറഞ്ഞ് ഉച്ചയായപ്പോഴും ഒരു ചട്ടി പച്ചോളം കുടിച്ചു എന്ന് ലക്ഷ്മിയുടെ ഉത്തരത്തിൽ നിന്നാണ് നമുക്കത് മനസ്സിലാവുന്നത് അല്ലേ. അവൾ കുടിച്ചത് അല്ലേ പച്ചവെള്ളം മാത്രം. വീട്ടിൽ അവളും അമ്മയും മാത്രമേ ഉള്ളൂ. അവളും അമ്മയും, ഞാൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നില്ലേ അല്ലേ. അവളും അമ്മയും മാത്രമേ ഉള്ളൂ. അവൾക്ക് അച്ഛനോ സഹോദരി സഹോദരന്മാരോ ആരുമില്ല. ദാരിദ്ര്യം നിറഞ്ഞ താങ്ങും തണലുമാകാൻ ആരുമില്ലാത്ത ഒരു കുട്ടിയുടെയും അമ്മയുടെയും അവരുടെ വീടിന്റെയും ചിത്രം നമുക്കിവിടെ തെളിഞ്ഞു കാണാം. അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും അവൾക്ക് ആരുമില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ മക്കളെ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതാണ് ആ ചോദ്യം. ഇനി വളരെ പ്രധാനപ്പെട്ട എന്ന് ടീച്ചർ പറയുന്നത് മറ്റൊരു ചോദ്യം ഇതാണ്. പപ്പുവിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് കഥയിൽ വ്യക്തമാകുന്നത്? കുറച്ച് ഹിന്റാണ് ഇവിടെ തന്നിരിക്കുന്നത്, അത് വെച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ജോലിയിലുള്ള വൈദഗ്ധ്യം, ജോലിയിൽ അദ്ദേഹത്തിന് വൈദഗ്ധ്യമുണ്ടോ? നമുക്കറിയാം അല്ലേ, ഉണ്ട് എന്ന്. പറഞ്ഞ വാക്കു പാലിക്കൽ, അദ്ദേഹം ലക്ഷ്മിയോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടോ? ആപത്തിൽപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്ഥിതി, ആപത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ അദ്ദേഹം ഒരു മനസ്സ് കാണിക്കുന്ന ആളാണ്. ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ടോ? ഇവ വ്യക്തമാകുന്ന സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് നമ്മൾ കണ്ടെത്തി അത് വിശദീകരിക്കുകയാണ് വേണ്ടത്. ഒന്ന് ജോലിയിലുള്ള വൈദഗ്ധ്യം, അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. പപ്പുവിന്റെ റിക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. വലതു കൈ ബെല്ലിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല, ബെൽ അമർത്തേണ്ടി വരുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ തൊഴിലുള്ള ഒരു വൈദഗ്ധ്യം അല്ലെ. അതേപോലെ വാഹനങ്ങളിൽ നിന്നും പാരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ തൊഴിലുള്ള ഒരു വൈദഗ്ധ്യമാണ് കാണുന്നത്. ചിലരില്ലേ ഡ്രൈവർ, നമുക്ക് വണ്ടികൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ ഓടിച്ച് കറക്റ്റ് സ്ഥാനത്ത് അപകടം കൂടാണ്ടെത്തിക്കാനുള്ള ഒരു കഴിവ് ഡ്രൈവർമാർക്കുണ്ട് അല്ലെ, പല ഡ്രൈവർമാർക്കും. വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടം ഉണ്ടാകുന്ന ആളുകൾക്ക് തോന്നും, പക്ഷെ ഉണ്ടാവില്ല. വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്തിൽ കയറുമെന്ന്. തൊട്ടില്ല എന്ന മട്ടാവുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള വൈദഗ്ധ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് പറഞ്ഞ വാക്ക് പാലിക്കലാണ്. താൻ കൊടുത്ത വാക്ക് എന്ത് കഷ്ടപ്പാട് സഹിച്ചും പാലിക്കുന്നവനാണ് പപ്പു അല്ലേ. തന്റെ റിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരി ആരാ? തന്റെ റിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരനെ അദ്ദേഹം എന്ത് ചെയ്ത് വളരെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാമെന്ന് പപ്പു വാക്ക് കൊടുത്തിരുന്നു അല്ലെ. വളരെ പെട്ടെന്ന് അദ്ദേഹം എവിടെ എത്തിക്കാം? റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും അല്ലെ, ട്രെയിന് പോകും. റിക്ഷ അപകടത്തിൽപ്പെട്ടിട്ടും അദ്ദേഹം ആ വാക്ക് പാലിക്കുന്നു. പപ്പു ആ വാക്ക് പാലിക്കുന്നു, അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയും അതുപോലെ അപകടത്തിൽപ്പെട്ട് ഈ കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അദ്ദേഹം പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞത് അദ്ദേഹം തന്റെ വാക്ക് പാലിക്കപ്പെടുന്നവനാവുന്നു വീണ്ടും അല്ലേ. അങ്ങനെ രണ്ടുപേരോടും അദ്ദേഹം തന്റെ വാക്ക് പാലിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്ത് യാത്രക്കാരനെ എത്തിക്കുകയും അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയോട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹം പാലിക്കുകയും ചെയ്തു. അപ്പൊ പറഞ്ഞ വാക്ക് പാലിച്ച ആ സന്ദർഭം ഏതാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. പിന്നെ ഒന്ന് ആപത്തിൽപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ്. തന്റെ റിക്ഷ തട്ടി വീണ ലക്ഷ്മിയെ പപ്പു ഉപേക്ഷിച്ചു പോകുന്നില്ല. ചിലര് കാണാല്ലേ വണ്ടിയൊക്കെ തട്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? തന്റെ റിക്ഷ തട്ടി വീണ ലക്ഷ്മിയെ പപ്പു ഉപേക്ഷിക്കാതെ അവൾക്ക് താൻ കാരണം നഷ്ടപ്പെട്ട ഉപ്പും അരിയും മുളകുമെല്ലാം പപ്പു വാങ്ങിക്കൊടുക്കുന്നു. വിശന്നു വലഞ്ഞ അവൾക്ക് പപ്പു പഴവും വാങ്ങിക്കൊടുക്കുന്നു. അവളൊന്നും കഴിച്ചില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവൾക്ക് പഴവും കൂടെ വാങ്ങിക്കൊടുക്കുകയാണ്. അതാണ് ആപത്തിൽപ്പെട്ടവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്ഥിതിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താ? അനാഥനായ പപ്പുവിന്റെ ജീവിതത്തിൽ അതുവരെ നാളെയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ആരുമില്ലാതെ ജീവിക്കുന്ന ആളാണ് പപ്പു അല്ലേ. അപ്പൊ പിറ്റേ ദിവസം ഒന്നൊന്ന് കഴിഞ്ഞു പോകുക എന്നതിലപ്പുറം ഒരു ലക്ഷ്യവും പപ്പുവിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ലക്ഷ്മിയെ, തൻ്റെ ഒരു മോളെ പോലെ തോന്നുന്ന ലക്ഷ്മിയെ പരിചയപ്പെട്ട സമയത്ത് തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ പപ്പുവിന് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതാണ് ജീവിതത്തെക്കുറിച്ചുള്ള പപ്പുവിന്റെ പ്രതീക്ഷ. അപ്പൊ ഇത്രയും സന്ദർഭങ്ങൾ മക്കൾക്ക് കോർത്തിണക്കിക്കൊണ്ട് എഴുതാൻ പറ്റില്ലേ? ഏതെങ്കിലും ഒരു സന്ദർഭമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. പപ്പുവിന്റെ എന്തിനെ പറ്റിയായിരിക്കും ചോദിക്കുക? തൊഴിലിലുള്ള വൈദഗ്ധ്യത്തെ കുറിച്ചാണെങ്കിൽ, തൊഴിൽ എന്ന് പറയുന്നത് ജോലി അല്ലേ. അദ്ദേഹം പപ്പു ഇങ്ങനെ വെട്ടിച്ചു പോകുന്നതും അല്ലേ, അതൊക്കെ ബെല്ലുണ്ടായിട്ടും ബെല്ല് ഉപയോഗിക്കാതെ, അതിനെ പറ്റിയൊന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഈ നോട്ട്
നമുക്ക് കിട്ടുമല്ലോ അല്ലേ. പിന്നെ കഥാപാത്ര നിരൂപണമാണ്. പപ്പു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന് പറയുന്നത്. പപ്പുവിനെ പറ്റി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പപ്പുവിന്റെ പ്രത്യേകതയാണ് അല്ലേ. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. പപ്പു എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റണം. കഥാപാത്ര നിരൂപണം. പപ്പു അല്ലേ. പപ്പു ഒരു അനാഥനാണ്. റിക്ഷ ഓടിക്കലാണ് അയാളുടെ ജോലി. തൻ്റെ ജോലിയോട് ആത്മാർത്ഥതയുള്ളയാളാണ് പപ്പു. ഏത് തിരക്കിലൂടെയും അതിവേഗത്തിൽ റിക്ഷ പായിച്ച് അപകടമില്ലാതെ ആളുകളെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ പപ്പുവിന് നല്ല സാമർഥ്യമുണ്ട്. ജോലിയിലുള്ള തൻ്റെ സാമർഥ്യത്തെ ആരും ചോദ്യം ചെയ്യുന്നത് പപ്പുവിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് താൻ സമയത്തെത്തുമോ എന്ന് ചോദിക്കുന്ന യാത്രക്കാരനോട് അയാൾ ദേഷ്യപ്പെടുന്നത്. ആ ദേഷ്യത്തിൽ പപ്പു എന്ത് ചെയ്യുന്നുണ്ട്? ആ ദേഷ്യത്തിൽ റിക്ഷ പിന്നിലേക്ക് തള്ളിയപ്പോൾ അല്ലേ, യാത്രക്കാരനോട് ദേഷ്യം പിടിച്ചിട്ടാണ് റിക്ഷ പിന്നിലേക്ക് തള്ളിയത്. അപ്പൊ പിന്നിൽ നിന്ന് കുട്ടിയെ ഇടിച്ചു അല്ലേ. അതാരാണ് ആ കുട്ടി? ആരാണ് കുട്ടി? ലക്ഷ്മിയാണ് കുട്ടി അല്ലേ. കാരണം അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത്. ഇതുവരെ അദ്ദേഹത്തിന്റെ റിക്ഷ തട്ടിയിട്ട് ഒരാൾക്കും ഒന്നും സംഭവിച്ചിരുന്നില്ല അല്ലേ. അയാൾ യാത്രക്കാരനെ എത്തേണ്ടിടത്ത് എത്തിച്ച് തിരികെ വന്ന് കുട്ടിയെ സമാധാനിപ്പിക്കുന്നു. അവൾക്ക് നഷ്ടപ്പെട്ട ഉപ്പ്, മുളക്, അരി എല്ലാം വാങ്ങിക്കൊടുക്കുന്നു അല്ലേ. പിറ്റേന്നും വരണമെന്ന് അവളോട് പറയുന്നു. ആദ്യമായി സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പപ്പു. ആ കുട്ടിയോട് മകളോടെന്ന പോലെ ഒരു വാത്സല്യം ആർക്കു തോന്നുന്നു? പപ്പുവിന് തോന്നുന്നു. പുറമേ പരുക്കൻ എന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ സ്നേഹവും മനസ്സലിവും ഉള്ളയാളാണ് പപ്പു. കാണുമ്പോൾ നമുക്ക് പരുക്കനാന്ന് തോന്നുന്ന ചിലർക്ക് ഉള്ളിൽ നല്ല സ്നേഹമായിരിക്കും അല്ലേ. അവർക്കത് പ്രകടിപ്പിക്കാൻ അറിയണ്ടാവില്ല. അപ്പോൾ പപ്പുവിന് ലക്ഷ്മിയെ കണ്ടപ്പോൾ ഒരു മകളോടെന്ന പോലെയുള്ള വാത്സല്യമൊക്കെ തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഥാപാത്ര നിരൂപണം നിങ്ങൾ ഇതൊന്ന് വായിച്ചിട്ട് പിന്നെ നിങ്ങളുടേതായ രീതിയിൽ മക്കൾക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ മയന്റെ മായാജാലമാണ് അല്ലേ. മയൻ എന്ന് പറയുന്നത് ഒരു ശില്പിയാണ് അല്ലേ. അപ്പോൾ അതിലൊരു ദൃക്സാക്ഷി വിവരണം എഴുതാൻ പറയുന്നുണ്ട്. ഈ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം? ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു മതിമനോഹരമായ ഒരു നഗരം സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ. അതിനെ പറ്റിയാണ് എന്ത് നമ്മുടെ മയന്റെ മായാജാലം. മയൻ മായാജാലം കൊണ്ട് എന്ത് സൃഷ്ടിക്കുകയാണ്? അതിമനോഹരമായ ഒരു വലിയൊരു നഗരം സൃഷ്ടിക്കുകയാണ് അല്ലേ. അതിനെപ്പറ്റി ദൃക്സാക്ഷി വിവരണമാണ് എഴുതാനുള്ളത്. ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. പെട്ടെന്ന് വന്നു പ്രകാശിച്ചു വിസ്മയം ഒട്ടല്ല പിട്ടല്ലിതൊന്നു മഹോ. ഇന്ദ്രപ്രസ്ഥത്തിൽ മയൻ നിർമ്മിച്ച, ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു അല്ലെ മയൻ നിർമ്മിച്ചത്. ആ വിസ്മയ കാഴ്ചകൾ കവി അവതരിപ്പിച്ചതാണ് ആ കവിതയിലൂടെ. നിങ്ങൾ ഇത് നേരിട്ട് കാണുകയാണെന്ന് സങ്കല്പിക്കുക. അതിന്റെ ദൃക്സാക്ഷി വിവരണം. നമ്മളൊരു കാര്യം നിങ്ങൾ കാണുന്നില്ലേ, ദൃക്സാക്ഷി വിവരണം, അത് തത്സമയം നമ്മൾ ഇങ്ങനെ പറയുക അല്ലെ. അപ്പോ എന്താണ് ദൃക്സാക്ഷി വിവരണം നമ്മൾ മനസ്സിലാക്കില്ലേ. അത് കണ്ടോണ്ട് നിൽക്കുകയാണ് നിങ്ങൾ. മയൻ ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ദൃക്സാക്ഷി വിവരണം തത്സമയം ഇങ്ങനെ പറയാണ്. എങ്ങനെയാണ് പറയുക? നമ്മളൊന്ന് നോക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാണ്ഡവ വനത്തിനടുത്താണ്. അസുരശില്പിയായ മയൻ അവിടെ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ പോകുന്നു. എല്ലാവരും ആകാംക്ഷയുടെ കാത്തു നിൽക്കുകയാണ്. അതാ നോക്കൂ, മയൻ ഗുരുനാഥന്മാരെ സ്മരിച്ചു, ബ്രാഹ്മണരെയും 4 വേദങ്ങളെയും നമസ്കരിച്ചു, ഭൂമിയെ വണങ്ങി, ഒരു കോടാലി കൊണ്ട് ആഞ്ഞുവെട്ടി 10 കല്ല് ജപിച്ചു. അവിടെ നമ്മൾ കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഭൂമി പതുക്കെ പിളർന്നു അല്ലേ. നമ്മൾ അവിടെ നിന്നോണ്ട് ആണ് ഇത് സംസാരിക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ വിവരിച്ചു കൊടുക്കുകയാണ് അല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന സ്ഥലത്താണ്. നിങ്ങൾ കാണാറില്ലേ റിപ്പോർട്ടേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ഞാൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ഇതാ ഇവിടെ എങ്ങനെ കലാപം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളിലൊക്കെ കാണാറില്ലേ. അതുപോലെ ഈ ഒരു വിവരണം നമ്മൾ അങ്ങനെ വിവരിക്കുക കേട്ടോ. അവിടെ മനോഹരമായ തങ്കഗോപുരം ഉയർന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്തു ഭംഗിയാണ് ആ ഗോപുരത്തിന്. സ്ഫടികം പോലെ തെളിഞ്ഞ പ്രദേശങ്ങളും നിർമ്മലമായ തടാകങ്ങളുമുള്ള ഒരു മായാനഗരമാണ് നമുക്കവിടെ കാണാനാവുക. പച്ചരത്ന കല്ല് പതിച്ചതെന്ന് തോന്നുന്ന പുൽത്തകിടിയിലൂടെ ഒഴുകുന്ന നദികൾ, അതിൻ്റെ തീരത്ത് ഉത്തമങ്ങളായ വൃക്ഷങ്ങളും നമുക്ക് കാണാം. ഉയരമുള്ള 7 നില മാളികകളും അവയ്ക്കിടയിലൂടെ മനോഹരമായ വീഥികളും എല്ലാമായി മായാനഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാവിഷ്കാരമാണ് മയൻ തൻ്റെ മായാജാലത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ദൃക്സാക്ഷി വിവരണം നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും കൂടുതൽ കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കാം കേട്ടോ. അപ്പൊ ടീച്ചർ വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന 2 പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് പറഞ്ഞത്.
അപ്പോൾ മറ്റു പ്രവർത്തനങ്ങൾ ഇല്ലേ എന്നല്ല, വളരെ പ്രധാനം എന്ന് തോന്നുന്ന 1-2 പ്രവർത്തനങ്ങൾ ടീച്ചർ ഒന്ന് മക്കളോട് പറഞ്ഞു തരികയാണ്. കാരണം ഇതൊക്കെ നോക്കാതെ പോകണ്ട, ഇത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങളൊന്നും എൻ്റെ മക്കൾ നോക്കാതെ പോകരുത്. മറ്റ് ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സുകളിലായിട്ടും കോണ്ടന്റ് വീഡിയോ ആയിട്ടൊക്കെ ഓണപരീക്ഷയ്ക്ക് മുൻപ് തന്നെ ടീച്ചർ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.